നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോർപ്പറേഷനുകൾക്കും നഗരസഭകൾക്കും പുതിയ അധ്യക്ഷന്മാർ. സ്ഥാനാരോഹണം അവിസ്മരണീയമാക്കി അംഗങ്ങൾ. നേതൃത്വത്തിന് വെല്ലുവിളിയായി വിമതസ്വരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ദിണ്ടിഗലിൽ SIT ചോദ്യം ചെയ്തയാൾ സംഭവത്തിൽ ബന്ധമില്ലെന്ന് വെളിപ്പെടുത്തൽ. വീണ്ടും ചോദ്യം ചെയ്യലിന് തീരുമാനം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായിട്ട് 1 നൂറ്റാണ്ട്. അഭിമുഖീകരിക്കുന്നത് നിലനിൽപ്പ് ഭീഷണിയടക്കം വെല്ലുവിളികൾ. ദേശീയ പാർട്ടി പദവി വീണ്ടെടുക്കാൻ കടമ്പ. നൈജീരിയയിലെ ISIS കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്ക. ക്രൈസ്തവരെ കൊന്നതിനുള്ള തിരിച്ചടിയെന്ന് ട്രംപ്. നൈജീരിയ ഭരണകൂടത്തിനും വിമർശനം. ബോക്സിംഗ് ഡേ ക്രിക്കറ്റ് ടെസ്റ്റ്. ഓസീസിന് 152 റൺസിന് തളച്ച് ഇംഗ്ലണ്ട്. ടോങ്ങിന് 5 വിക്കറ്റ്. 110 റൺസിന് കൂടാരം കയറി ഇംഗ്ലണ്ട്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും പുതിയ ഭരണ നേതൃത്വം ചുമതലയേറ്റു. എല്ലാ മേയർമാരും ആദ്യമായി പദവി ലഭിച്ചവരാണ്. VV രാജേഷാണ് തിരുവനന്തപുരം മേയർ. സംസ്ഥാനത്തെ ആദ്യ BJP മേയറാണ് രാജേഷ്. കൊല്ലത്ത് AK ഹഫീസും കൊച്ചിയിൽ VK മിനിമോളും മേയർമാരായി ചുമതലയേറ്റു. തൃശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിനും കണ്ണൂരിൽ P ഇന്ദിരയും സത്യപ്രതിജ്ഞ ചെയ്തു. O സദാശിവനാണ് കോഴിക്കോട് മേയർ. 51 വോട്ടുകൾ നേടിയാണ് തിരുവനന്തപുരം മേയറായി VV രാജേഷ് വിജയിച്ചത്. UDFന്റെ 2 വോട്ട് അസാധുവായി. കൊച്ചിയിൽ സ്വതന്ത്രൻ ബാസ്റ്റിൻ ബാബുവിന്റെ വോട്ട് മിനിമോൾക്ക് ലഭിച്ചതോടെ VK മിനിമോൾ 48 വോട്ട് നേടി. ദീപ്തി മേരി വർഗീസ് മിനിമോൾക്ക് വോട്ട് ചെയ്തു. മിനിമോളെ ഷാൾ അണിയിച്ച് ദീപ്തി മേരി വർഗീസ് അഭിനന്ദിച്ചുവെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാതെ ദീപ്തി ഇറങ്ങിപ്പോയി. തൃശൂർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിന് 35 വോട്ടുകൾ ലഭിച്ചു. കൊല്ലം മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത AK ഹഫീസ് കൊല്ലം കോർപ്പറേഷൻ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ UDF മേയറാണ്. കോർപ്പറേഷനിൽ UDF പിന്തുണ അറിയിച്ച് SDPI രംഗത്തെത്തിയിരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി P ഇന്ദിരയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൌൺസിലിൽ 36 UDF അംഗങ്ങളും ഇന്ദിരയെ പിന്തുണച്ചു. O സദാശിവനാണ് പുതിയ കോഴിക്കോട് മേയർ. CPM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമാണ്. സദാശിവനെ 33 വോട്ടുകളാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കോർപ്പറേഷൻ മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടു പോയതിൽ മുൻ DGP ശ്രീലേഖ കടുത്ത അതൃപ്തിയിൽ. കേന്ദ്ര നേതൃത്വം നേരിട്ട് അണനയ ചർച്ചകളുമായി രംഗത്തെത്തി. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്ത ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിച്ചിരുന്നു. അവസാന നിമിഷം വരെ മേയറാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അതിനിടെയാണ് VV രാജേഷിനെ മേയറാക്കുവാനുള്ള തീരുമാനം അന്ത്യനിമിഷത്തിലുണ്ടായത്. എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തീരുമാനങ്ങളും തിരിച്ചടിയായതാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. തന്റെ അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന. ശ്രീലേഖയുടെ അതൃപ്തി പരിഗണിച്ച BJP കേന്ദ്ര നേതൃത്വം അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. മുതിർന്ന കേന്ദ്ര നേതാക്കൾ നേരിട്ട് ശ്രീലേഖയുമായി സംസാരിച്ചതായാണ് വിവരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുഖമായിരുന്ന ശ്രീലേഖയുടെ അതൃപ്തി ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം. ശ്രീലേഖയെ സമാധാനിപ്പിക്കാനായി വമ്പൻ വാഗ്ദാനങ്ങളാണ് BJP മുന്നോട്ട് വെച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ സീറ്റ് ഉൾപ്പെടെയുള്ള പദവികൾ നൽകുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. കൂടാതെ കേന്ദ്രതലത്തിൽ മറ്റേതെങ്കിലും നിർണായകമായ ഉത്തരവാദിത്വങ്ങൾ നൽകി അവരെ സജീവമായി പാർട്ടിയിൽ നിലനിർത്തുവാനാണ് കേന്ദ്ര നേതാക്കളുടെ നീക്കം. വരും ദിവസങ്ങളിലെ ചർച്ചകൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. ന്യൂസ് ഡെസ്ക് ജീവൻ. മേയർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തൃശൂർ കോൺഗ്രസിൽ കലാപം. കോൺഗ്രസിനെ വീണ്ടും വീട്ടിലാക്കി കൌൺസിലർ ലാലി ജെയിംസ് രംഗത്തെത്തി. നിജി ജസ്റ്റിനെ മേയറാക്കിയതിന് കോഴ വാങ്ങിയെന്ന് ലാലി ജെയിംസ് പറഞ്ഞു. ഈ തൃശ്ശൂർ സീറ്റ് നിയമസഭാ സീറ്റ് അദ്ദേഹത്തിന് വേണം. ഈ നിയമസഭാ സീറ്റ് രാജമ്പലിന് കിട്ടാൻ വേണ്ടി ഒരു ഹിന്ദു മേയറെ കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിച്ചു. ആ പരിശ്രമം വിഫലമായപ്പോൾ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ RC വേണമെന്ന് പറഞ്ഞു എന്നെ മുന്നോട്ട് വെച്ചു. എന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ വീണ്ടും ഇവരെ മറ്റൊരാളിലേക്ക് കടക്കുകയും അപ്പോ സത്യം പറഞ്ഞാൽ ഈ മേയറെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റർമാർ ഇവിടെ വേണ്ടി വരും. നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞ മേയർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ട്യൂഷൻ കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരുപക്ഷെ രാജമ്പലനായിരിക്കും. അവർക്ക് ഈ 5 വർഷവും ഇനി റോൾ ഉണ്ടാവില്ല.
അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുക. എന്തിനാ പരാതിപ്പെടണേ? അദ്ദേഹം ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഞങ്ങള് അത്യാവശ്യം അദ്ദേഹം 5 വർഷ കൗൺസിലർ, ഞാൻ 4 തവണയായി. അദ്ദേഹം 5 തവണ, ഞാൻ 4ാം തവണ. അപ്പൊ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളുകളും ഞങ്ങളുണ്ട്. ട്യൂഷൻ മാസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. താൻ ഡി മണിയല്ലെന്നും പേര് MS മണി എന്നാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT ദിണ്ടിഗലിലെത്തി ചോദ്യം ചെയ്തയാൾ അന്വേഷണ സംഘം പറഞ്ഞ വിഷയത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇയാളോട് വിശദമായ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് ഹാജരാവാനായി SIT നോട്ടീസ് നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ല. തന്റെ സുഹൃത്തിന്റെ പേരിലുള്ള നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്നും അതാരോ ദുരുപയോഗം ചെയ്തു എന്നും MS മണി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒന്നും അറിയില്ലെന്നും പോലീസുകാർ കുറച്ച് ഫോട്ടോകൾ കാണിച്ചപ്പോൾ ആരെയും അറിയില്ല എന്ന് പറഞ്ഞെന്നും MS മണി പറഞ്ഞു. அதுக்கப்புறம் என்ன பிசினஸ் பண்றாங்க கேட்டாங்க, IT கேட்டாங்க, ஒன்னொன்னா அது இன்கம் டாக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, எவ்வளவு ஃபுல் நேம் சுப்பிரமணியம் சொன்னேன். அதுக்கப்புறம் வந்துட்டு எல்லாமே நாங்க பேச அப்புறம் யார் தெரிஞ்சுட்டு அவங்க நார்மலா வந்துட்டாங்க. ஒன்றும் இது இல்லை, நம்ம இல்லைன்னு புட் பண்ணிட்டாங்க. நம்ம இல்லை ராங் மெசேஜ். உங்க பேரு, அதாவது உங்க பேரு, உங்க சிம் வந்து, அதாவது உங்க என்னோட நம்பர் எனக்கு தெரியும், யாரோ சொல்லி தெரியுது, அதுக்காக வந்துருக்காங்க. இந்த மணி இல்லைன்னு. ബാലമുരുകൻ എന്ന തന്റെ സുഹൃത്തിന്റെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്നും തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമാണ് ഉള്ളതെന്നും മണി പറഞ്ഞു. അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും താൻ മറുപടി നൽകി. അന്വേഷണ സംഘത്തിനെ തന്റെ പേര് ഡി മണി അല്ല എന്ന് മനസ്സിലായി. അവർക്ക് ആളുമാറി വന്നതാണെന്ന് മനസ്സിലായെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും MS മണി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള AI നിർമ്മിത ഫോട്ടോയിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെ കേസ്. ചേവായൂർ പോലീസാണ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. AI നിർമ്മിത ഫോട്ടോ പ്രചരിപ്പിച്ചതിൽ BNS 122 പ്രകാരമാണ് പോലീസ് കേസ്. താൻ കാണുന്നതിന് മുൻപേ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. ഇരുവരും ചേർന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ചിത്രങ്ങൾ പ്രചരിക്കുകയാണെന്നും പോറ്റിയുടെ ചെവിയിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പകർന്നുകൊടുത്തോ എന്ന് സംശയിക്കുന്നു എന്നുമായിരുന്നു AI ചിത്രത്തെക്കുറിച്ച് അടൂർ പ്രകാശ് പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്നതായി അടൂർ പ്രകാശ് കാട്ടിയ ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അതിന്റെ വസ്തുതകൾ പുറത്തുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാവാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചർച്ച വഴിതിരിച്ചു വിടാനാണ് സോണിയാഗാന്ധിയെ വലിച്ചിഴയ്ക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രം തങ്ങൾ ഉന്നയിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് CPM-ന് ഈ വിഷയത്തിൽ. ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി പോലും എടുക്കുന്നില്ല. പേടിച്ചിട്ടാണ്. കാരണം അവര് മൊഴി കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവര് ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ്. ശബരിമലയിലെ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു, പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. വയനാട് വണ്ടിക്കടവിലെ നരഭോജി കടുവ കൂട്ടിലായി. രാത്രി 1:30യോടെയാണ് കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ WWL 48 എന്ന കടുവയാണ് പിടിയിലായത്. ദേവർഗദ്ദയിലെ ആദിവാസി മൂപ്പനെ കൊന്ന കടുവ തന്നെയാണ് ഇതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കടുവയെ കൂപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. 14 വയസ്സുള്ള ആൺകടുവയാണ് കൂട്ടിലായത്. പ്രായാധിക്യമുള്ളതിനാൽ കടുവയെ തുറന്നുവിടില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇതോടെ ആശ്വാസത്തിലായി വണ്ടിക്കടവിലെ ജനങ്ങൾ. ഏറെ നാളായി കടുവ ഭീതിയിലായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് ജീവൻ.
വയനാട് തിരുനെല്ലിയിൽ കാട്ടാന ആക്രമണം. ആദിവാസി മധ്യവയസ്ക കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പപ്പാറ ചെറുമാതൂർ ഉന്നതിയിലെ ചാന്ദിനിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നതെന്നാണ് സംശയം. വനമേഖലയ്ക്ക് അരികിലെ റോഡിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയായി. 1925 ഡിസംബർ 26 കാൺപൂരിൽ വച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന്റെ ആദ്യ യോഗം ചേർന്നത്. ഒട്ടേറെ വെല്ലുവിളികളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നൂറ്റാണ്ട് പിന്നിട്ട വേളയിൽ നേരിടുന്നത്. 1920കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ പലയിടത്തും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പിറന്നിരുന്നു. ബോംബെയിൽ എസ്.കെ. ഡാംഗെ, കൊൽക്കത്തയിൽ മുസഫർ അഹമ്മദ്, മദ്രാസിൽ എം. ശിങ്കാരവേലു ചെട്ടിയാർ, ലാഹോറിൽ ഗുലാം ഹുസൈനി എന്നിവർ വിത്തുപാകി രഹസ്യമായിട്ടായിരുന്നു ഗ്രൂപ്പുകളുടെ പ്രവർത്തനം. 1921 അഹമ്മദാബാദിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ വിതരണം ചെയ്തു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം മൗലാന നഹ്റസ് മൊഹാനി അവതരിപ്പിച്ചു. സത്യഭക്ത വിതരണം ചെയ്ത ലഘുരേഖയിലൂടെ 1925 ഡിസംബർ 26 മുതൽ 28 വരെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ കാൺപൂരിൽ സമ്മേളിച്ചു. ആ സമ്മേളനത്തിലാണ് ഗ്രൂപ്പുകൾ ഒത്തുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചത്. തേഭാഗയും തെലങ്കാനയും പുന്നപ്രയും വയലാറും പോലെ എണ്ണമറ്റ പോർമുഖങ്ങളിൽ ധീരതയും പോരാട്ടവീര്യവും കാഴ്ചവെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. ജനാധിപത്യപരമായി ഭരണം പിടിച്ചെടുത്ത അപൂർവ അനുഭവങ്ങൾ തുടക്കകാലത്തുണ്ടായി. ഇന്ത്യൻ അവസ്ഥയും സ്വന്തം വഴിയും നിശ്ചയിക്കുന്നതിലെ നിരന്തരമായ കലഹങ്ങളാണ് പാർട്ടി ആദ്യകാലങ്ങളിൽ നേരിട്ടത്. പല പല പിളർന്നുമാറലുകൾ, ദേശീയതയോട് എതിരിടാനാകാത്ത ദൗർബല്യങ്ങൾ തുടങ്ങിയവ പാർട്ടി നേരിട്ടു. ഇപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശോഷിച്ച ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുകയാണ് CPI. അതിതീവ്ര വർഗീയ സാമ്രാജ്യത്വ കൂട്ടുകെട്ടിനെ നേരിടാൻ ഇപ്പോഴും പുതുവഴികൾ തേടുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ തുടങ്ങിയപ്പോഴതിനേക്കാൾ പരുക്കുകളേറ്റ് ചുവന്നു നിൽക്കുകയാണ് ചെങ്കൊടി. നേരിടാൻ വെല്ലുവിളികൾ ഏറെയും. ന്യൂസ് ഡെസ്ക് ജീവൻ. അസമിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ കടകളിലും സ്കൂളുകളിലും ആക്രമണത്തിന് മുതിർന്ന VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ അറസ്റ്റിൽ. അസമിലെ നൽബാരി ജില്ലയിലെ വിവിധയിടങ്ങളിലെ ആക്രമണത്തിലാണ് പോലീസ് നടപടി. അസമിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ VHP നൽബാരി ജില്ലാ സെക്രട്ടറി ഭാസ്കർ ദേക്ക, ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഷ് ജ്യോതി പട്ഗരി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു ദത്ത, ബജ്രംഗ് ദൾ ജില്ലാ കൺവീനർ നയാൻ തക്കുൽദാർ എന്നിവരാണ് അറസ്റ്റിലായത്. ബൽസർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനിഗാവ് ഗ്രാമത്തിലെ സ്കൂളിലും നൽബാരി ടൗണിലെ കടകളിലുമാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ഇവിടങ്ങളിൽ കടന്നുകയറി ക്രിസ്മസ് ആഘോഷത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന അലങ്കാര വസ്തുക്കൾ ഉൾപ്പെടെയാണ് പ്രതികൾ നശിപ്പിച്ചത്. ബുധനാഴ്ചയാണ് പനിഗാവിലെ സെന്റ് മേരീസ് സ്കൂളിൽ അതിക്രമിച്ചു കയറി അലങ്കാര വസ്തുക്കൾ പ്രതികൾ തീയിട്ടത്. ജയ് ശ്രീറാം വിളിച്ച് സ്കൂളിലേക്ക് കയറിയ ഹിന്ദുത്വവാദികൾ അധ്യാപകരെയും സ്കൂൾ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുകയും ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സ്കൂളിൽ അനധികൃതമായി കടന്നുകയറി ആക്രമണം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളിന് പുറത്തെ അലങ്കാരങ്ങൾ, വിളക്കുകൾ, ചെടിച്ചട്ടികൾ, മറ്റു വസ്തുക്കൾ എന്നിവ പ്രതികൾ നശിപ്പിച്ചു. ചില വസ്തുക്കൾക്ക് തീവച്ചു. ഇത് വലിയ നഷ്ടത്തിന് കാരണമായി എന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സംഭവത്തിൽ ബൽസർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂളിലെ ആക്രമണത്തിന് ശേഷം പ്രതികൾ നേരെ പോയത് നൽബാരി ടൗണിലേക്കാണ്. കടകളിൽ കയറിയ പ്രതികൾ ഇവിടെ വിൽക്കാൻ വെച്ചിരുന്ന ക്രിസ്മസ് ആഘോഷ സാധനങ്ങൾക്ക് തീയിടുകയായിരുന്നു. ടൗണിലെ വിവിധ മാളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അതിക്രമിച്ചു കയറിയ VHP ബജ്രംഗ് ദൾ സംഘം ക്രിസ്മസ് അലങ്കാര സാധനങ്ങൾക്ക് തീവയ്ക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഒഡീഷയിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 6 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗണേഷ് ഉയിക്കയും ഉൾപ്പെട്ടിട്ടുണ്ട്. റാംപ വനമേഖലയിലെ ഏറ്റുമുട്ടലിലാണ് ഗണേഷ് ഉയികയെ വധിച്ചത്. ഒഡീഷയിലെ കർദമാൽ, ഗഞ്ചം ജില്ലകളുടെ അതിർത്തിയിലുള്ള റാംപ വനമേഖലയിലായിരുന്നു മാവോയിസ്റ്റ് സാന്നിധ്യം സുരക്ഷാസേന തിരിച്ചറിഞ്ഞത്. മേഖലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തു. തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗണേഷ് ഉയികയും 2 വനിതകളും ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു.
ഒഡീഷയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആളാണ് ഗണേഷ് ഉയികെ. 1 കോടി രൂപയിലേറെയാണ് ഇയാളുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിക്ക് സമീപം 20-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി വെടിയേറ്റ് മരിച്ചു. കാനഡയിൽ MBBS പഠിക്കുകയായിരുന്ന ശിവാംഗ് അവസ്ഥി എന്ന ഇന്ത്യക്കാരനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. കിങ്സ്റ്റൺ റോഡിന് സമീപം ഹൈലാൻഡ് ക്രീക്ക് ട്രെയിലിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി. സംഭവത്തിൽ ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കൊലപാതകത്തിൽ എത്ര പേർ പങ്കാളികളാണെന്നത് വ്യക്തമല്ലെന്നും പോലീസ് അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടൊറന്റോ യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് നിന്ന് വെടിയേറ്റ നിലയിലാണ് തങ്ങൾക്ക് വിദ്യാർത്ഥിയുടെ മൃതദേഹം ലഭിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നവരോ ലഭിക്കുന്നവരോ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥി വെടിയേറ്റു മരിച്ചതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ എക്സ്പോസ്റ്റിലൂടെ അനുശോചനം അറിയിച്ചു. സമീപകാലത്ത് ഇത് 2ാം തവണയാണ് കാനഡയിൽ ഇന്ത്യക്കാരൻ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 30-കാരിയായ ഇന്ത്യൻ യുവതിയെയും ടൊറന്റോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിനായി കാനഡയിൽ വൈഡ് അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. നൈജീരിയയിലെ ISIS കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നൈജീരിയയിലെ ക്രൈസ്തവരെ ISIS ലക്ഷ്യം വയ്ക്കുന്നുവെന്നും അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു ആക്രമണം. വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ ഭീകര കേന്ദ്രങ്ങളെയാണ് US ആക്രമിച്ചത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. തന്റെ നിർദ്ദേശപ്രകാരം പടിഞ്ഞാറൻ നൈജീരിയയിലെ IS കേന്ദ്രങ്ങളിൽ US ശക്തമായ ആക്രമണം നടത്തിയെന്നും വർഷങ്ങളായി അവർ നിരപരാധികളായ ക്രൈസ്തവരെ കൊല്ലുകയാണെന്നും ട്രംപ് കുറിച്ചു. ക്രൈസ്തവർക്കെതിരായ അതിക്രമം അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം വലിയ വില നൽകേണ്ടി വരുമെന്ന് താൻ മുൻപ് അറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇത് നടന്നിരിക്കുന്നു. കൃത്യമായ ആക്രമണമാണ് US നടത്തിയത്. തന്റെ നേതൃത്വത്തിൽ US ഒരു കാരണവശാലും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും ഇനിയും ക്രൈസ്തവരെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ട്രംപ് പറഞ്ഞു. പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെറ്റും ആക്രമണത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. നൈജീരിയൻ സർക്കാരിന്റെ സഹകരണത്തിന് നന്ദി എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. ആക്രമണം നടത്തി എന്ന് മാത്രമാണ് ട്രംപ് അറിയിച്ചത്. എത്ര പേർ മരിച്ചുവെന്നോ ആക്രമണത്തിൽ നാശനഷ്ടം എത്രയാണെന്നോ വിവരങ്ങളില്ല. നൈജീരിയയിലെ IS കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ട്രംപ് നവംബറിൽ തന്നെ അറിയിച്ചിരുന്നു. ക്രൈസ്തവരെ സംരക്ഷിക്കാനായി നൈജീരിയൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത്. നൈജീരിയയിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജീവൻ. SIR കരട് പട്ടികയിൽ ഉൾപ്പെട്ട ഹിയറിംഗിന് ഹാജരാകേണ്ടവരുടെ വിവരങ്ങൾ BLOമാർക്ക് കൈമാറി തുടങ്ങി. ഹാജരാവാൻ വ്യക്തികൾക്ക് എപ്പോൾ മുതൽ നോട്ടീസ് നൽകണമെന്ന് നിർദ്ദേശമില്ല. മാപ്പിംഗ് പൂർത്തിയായില്ല എന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് SIR കരട് വോട്ടർ പട്ടിക. ഇതിൽ 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാവാത്ത 8% പേരുണ്ട്. ഇവർക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രത്യേകം നോട്ടീസ് നൽകി ഹിയറിംഗിനുള്ള അവസരമൊരുക്കും. എന്നാൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 3ാം ദിനവും നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ BLOമാർക്ക് അവ്യക്തത തുടരുകയാണ്. നിലവിൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള മാപ്പ് ചെയ്യാത്ത ആളുകളുടെ വിവരങ്ങൾ BLOമാർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ അറിയിച്ചിട്ടില്ല. നേരത്തെ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതേ മാതൃകയിൽ മാപ്പിംഗ് ചെയ്യാത്തവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. പരമാവധി ആളുകൾക്ക് നോട്ടീസ് നൽകാതെ മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് നടപടികൾ ഉണ്ടാകും. അതേസമയം കരട് പട്ടികകൾക്കുമേലുള്ള പരാതികളും ആക്ഷേപങ്ങളും കമ്മീഷൻ സ്വീകരിച്ചു തുടങ്ങി. ഫോം 6 വഴി പുതിയ വോട്ടർമാരായി ചേരാനുള്ള അപേക്ഷയാണ് ഇതുവരെ ലഭിച്ചതിൽ കൂടുതലും. ജനുവരി 22 വരെയാണ് കരട് പട്ടികയ്ക്കുമേൽ ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള സമയം. ഫെബ്രുവരി 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. തുടർച്ചയായ 6ാം ദിവസവും സ്വർണ്ണവില കുതിച്ചുയർന്നു. ഇന്ന് ഗ്രാമിന് 70 രൂപ കൂടി 12,835 രൂപയായി. പവന് 560 രൂപ കൂടി 1,02,680 രൂപയായി. എക്കാലത്തെയും ഏറ്റവും ഉയർന്ന വിലയാണ് ഇത്. കഴിഞ്ഞ ദിവസം സ്വർണം ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും കൂടിയിരുന്നു.
ഗ്രാമിന് 12,765 രൂപയും പവന് 1,02,120 രൂപയുമായിരുന്നു ക്രിസ്മസ് ദിനത്തിലെ സ്വർണ്ണവില. വെള്ളിവിലയും റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ്. ഗ്രാമിന് 10 രൂപ കൂടി 240 രൂപയാണ് പുതിയ വില. ആഗോള വിപണിയിൽ സ്വർണത്തിന് ട്രോയ് ഔൺസിനെ $4,500 കടന്നു. 4,505.55 ഇപ്പോൾ വില. 26.02 കൂടിയത്. 0.58% വർധന. ആഗോള വിപണിയിൽ ഈ വർഷം മാത്രം 70.83% വർധനവാണ് സ്വർണത്തിനുണ്ടായത്. ബുധനാഴ്ച കേരളത്തിൽ ഗ്രാമിന് 35 രൂപയും പവന് 250 രൂപയും കൂടിയിരുന്നു. 1,01,880 രൂപയായിരുന്നു പവൻ വില. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയിൽ ഗ്രാമിന് 55 രൂപയുടെയും 14 ക്യാരറ്റിന് 45 രൂപയുടെയും വർധനവുണ്ടായി. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊപ്പം US കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചതും വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ കൂട്ടത്തോടെ സ്വർണം വാങ്ങി കൂട്ടുന്നതും വിപണിയിൽ വില ഉയർന്നതിനെ ഇടയാക്കി. US ഗോൾഡ് ഫ്യൂച്ചർ നിരക്കും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. US ഗോൾഡ് ഫ്യൂച്ചർ $4,535.30 ഡെസ്ക് ജീവൻ. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി 11:30 മുതൽ കേരള തീരത്ത് 0.2 മീറ്റർ മുതൽ 0.7 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചതായി KSDMA വ്യക്തമാക്കി. സംസ്ഥാനത്ത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും KSDMA നിർദ്ദേശിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നതുപോലെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് യാനം ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണമെന്ന് KSDMA നിർദ്ദേശിച്ചു. INCOIS മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയിട്ടുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും KSDMA നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. രാജ്യത്ത് ട്രെയിൻ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത് നിലവിൽ വന്നു. ഓർഡിനറി ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 1 പൈസയും മെയിൽ, എക്സ്പ്രസ്, നോൺ AC ക്ലാസ്, AC ക്ലാസ് എന്നിവയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. രാജ്യത്ത് ട്രെയിൻ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത് പ്രാബല്യത്തിലായി. അതേസമയം 215 കിലോമീറ്റർ വരെ പുതിയ നിരക്ക് ബാധകമല്ല. പുതിയ നിരക്ക് നിലവിൽ വന്നതോടെ 500 കിലോമീറ്റർ ദൂരമുള്ള നോൺ AC യാത്രയ്ക്ക് 10 രൂപ അധികമായി നൽകേണ്ടി വരും. എന്നാൽ 500 കിലോമീറ്റർ ദൂരമുള്ള മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിൽ നോൺ AC ക്ലാസുകളിൽ യാത്ര ചെയ്യുമ്പോൾ അധികമായി 20 രൂപ നൽകേണ്ടി വരും. സബർബൻ സീസൺ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിച്ചിട്ടില്ല. പുലർച്ചെ 12 മണി മുതലാണ് പുതിയ നിരക്ക് ഈടാക്കി തുടങ്ങിയത്. ടിക്കറ്റ് തുക വർദ്ധിപ്പിച്ചതിലൂടെ യാത്രക്കാരിൽ നിന്ന് 600 കോടി രൂപ അധിക വരുമാനം ലഭിക്കുമെന്നാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. സാധാരണക്കാരായ യാത്രക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും ഇത് പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. 1 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് ട്രെയിന് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നത്. ജൂലൈ വർധനയിൽ കിലോമീറ്റർ 1-ന് ജനറൽ ടിക്കറ്റിൽ 1 പൈസയും മെയിൽ, എക്സ്പ്രസുകളിലെ നോൺ AC കോച്ചുകളിലും എല്ലാ ട്രെയിനുകളിലെയും AC കോച്ചുകളിലും 2 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കണ്ണൂർ വിസ്മയ പാർക്കിൽ പുതിയ ഇറ്റാലിയൻ റൈഡ് റോഡിക്സ് പ്രവർത്തനം ആരംഭിച്ചു. 17 വർഷം പിന്നിടുന്ന പാർക്കിൽ ആയിരക്കണക്കിന് സന്ദർശകരാണ് എത്തുന്നത്. സഹകരണ മേഖലയിലെ ആദ്യത്തേതും വലുതുമായ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ. ഇറ്റാലിയൻ കമ്പനിയായ മോസർ സജ്ജമാക്കിയിട്ടുള്ള ഇൻസ്റ്റാലേഷൻ റൈഡിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. പാർക്ക് ചെയർമാൻ PV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ K സന്തോഷ്, മാനേജിംഗ് ഡയറക്ടർ E വൈശാഖ്, ഹാൻഡ്വീവ് ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ, പാർക്ക് ഡയറക്ടർമാരായ M ദാമോദരൻ,
സുഭാഗ്യം തുടങ്ങിയവരും വിവിധ പാർട്ടി നേതാക്കളും ചടങ്ങിൽ സംസാരിച്ചു. ലോക ടൂറിസം രംഗത്തും അമ്യൂസ്മെന്റ് പാർക്ക് മേഖലയിലും ഉണ്ടാകുന്ന പുതുമകളും കാലാനുഗതമായ മാറ്റങ്ങളും മനസ്സിലാക്കി നടപ്പിലാക്കുന്നതാണ് വിസ്മയ പാർക്കിന്റെ വിജയരഹസ്യം. സന്ദർശകർക്ക് ആവേശവും ഉല്ലാസവും നൽകുന്ന നിരവധി റൈഡുകൾക്കൊപ്പം പുതിയ റോഡിക്സ് അഡ്വഞ്ചർ റൈഡ് സന്ദർശകർക്ക് മറക്കാനാവാത്ത അനുഭവമാകും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വിസ്മയ പാർക്കിൽ പ്രത്യേക ഇവന്റുകളും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ജീവൻ ന്യൂസ്, കണ്ണൂർ. ആഷസിലെ ബോക്സിംഗ് ഡേ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഉയർത്തെഴുന്നേറ്റ് ഇംഗ്ലണ്ട്. ആദ്യത്തെ 3 ടെസ്റ്റുകളും തോറ്റ് പരമ്പര കൈവിട്ട സന്ദർശകർ മെൽബണിലെ 4ാം ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ഓസീസിനെ 152 റൺസിന് എറിഞ്ഞിട്ടു. അതേസമയം മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ടും 1ാം ഇന്നിംഗ്സിൽ 110 റൺസിന് എല്ലാവരും പുറത്തായി. മീഡിയം പേസർ ജോഷ് ടോങ്ങിന്റെ 5 വിക്കറ്റ് പ്രകടനമാണ് ഓസീസിനെ തകർത്തത്. 45.2 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. 49 പന്തിൽ 35 റൺസ് എടുത്ത മൈക്കിൾ നെസറാണ് ഓസീസ് നിരയിലെ ടോപ്പ് സ്കോറർ. ഉസ്മാൻ ഖ്വാജ 52 പന്തിൽ 29 റൺസ് എടുത്തു. ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുക്കാനുള്ള ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു ടീമിന്റെ പ്രകടനം. സന്ദർശകർ 27 റൺസ് എടുത്ത് നിൽക്കെ ഓപ്പണർ ട്രാവിസ് ഹെഡിനെ ഗസ് അറ്റ്കിൻസൺ ക്ലീൻ ബൌൾഡാക്കി. തൊട്ടു പിന്നാലെ മറ്റൊരു ഓപ്പണർ ജാക്ക് വെതറാൾഡും പുറത്ത്. 23 പന്തിൽ 10 റൺസ് എടുത്ത താരത്തെ ടോങ് ജാമി സ്മിത്തിന്റെ കൈകളിൽ എത്തിച്ചു. മാർനസ് ലെബിഷൈനും നായകൻ സ്റ്റീവ് സ്മിത്തിനും പിടിച്ചു നിൽക്കാനായില്ല. ഓസീസിനെ 51 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റുകൾ നഷ്ടം. ഖ്വാജയും അലക്സ് കാരിയും അല്പം പിടിച്ചു നിന്നെങ്കിൽ അധികം നീണ്ടുനിന്നില്ല. ഖ്വാജയെ അറ്റ്കിൻസൺ സ്മിത്തിന്റെ കൈകളിൽ എത്തിച്ചു. 35 പന്തിൽ 20 റൺസ് എടുത്ത കാരിയെ ബെൻ സ്റ്റോക്സും മടക്കി. കാമറൂൺ ഗ്രീൻ 34 പന്തിൽ 17 റൺസ് എടുത്ത് റൺഔട്ടായി. മൈക്കൽ സ്റ്റാർക്ക്, സ്കോട്ട് ബോളണ്ട് എന്നിവരെല്ലാം വേഗത്തിൽ കൂടാരം കയറി. ഇതോടെ ഓസീസ് ഇന്നിംഗ്സ് 152 റൺസിൽ അവസാനിച്ചു. റണ്ണൊന്നും എടുക്കാതെ ജയ് റിച്ചാർഡ്സൺ പുറത്താകാതെ നിന്നു. ഇംഗ്ലണ്ടിനു വേണ്ടി 4 പേർ മാത്രമാണ് പന്തെറിഞ്ഞത്. 11 ഓവറിൽ 45 റൺസ് വഴങ്ങിയാണ് ടോങ് 5 വിക്കറ്റ് എടുത്തത്. അറ്റ്കിൻസൺ 2 വിക്കറ്റും ബ്രൈഡൻ കാർസെ, ബെൻ സ്റ്റോക്സ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. പാറ്റ് കമിൻസിന്റെ അഭാവത്തിൽ സ്റ്റീവ് സ്മിത്താണ് ഓസീസിനെ നയിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോർപ്പറേഷനുകൾക്കും നഗരസഭകൾക്കും പുതിയ അധ്യക്ഷന്മാർ. സ്ഥാനാരോഹണം അവിസ്മരണീയമാക്കി അംഗങ്ങൾ. നേതൃത്വത്തിന് വെല്ലുവിളിയായി വിമതസ്വരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ദിണ്ടിഗലിൽ SIT ചോദ്യം ചെയ്തയാൾ സംഭവത്തിൽ ബന്ധമില്ലെന്ന് വെളിപ്പെടുത്തൽ. വീണ്ടും ചോദ്യം ചെയ്യലിന് തീരുമാനം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായിട്ട് 1 നൂറ്റാണ്ട്. അഭിമുഖീകരിക്കുന്നത് നിലനിൽപ്പ് ഭീഷണിയടക്കം വെല്ലുവിളികൾ. ദേശീയ പാർട്ടി പദവി വീണ്ടെടുക്കൽ കടമ. നൈജീരിയയിലെ ISIS കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്ക. ക്രൈസ്തവരെ കൊന്നതിനുള്ള തിരിച്ചടിയെന്ന ട്രംപ്. നൈജീരിയ ഭരണകൂടത്തിനും വിമർശനം. ബോക്സിംഗ് ഡേ ക്രിക്കറ്റ് ടെസ്റ്റ് ഓസീസിനെ 152 റൺസിന് തളച്ച ഇംഗ്ലണ്ട്. ടോങ്ങിന് 5 വിക്കറ്റ്. 110 റൺസിന് കൂടാരം കയറി ഇംഗ്ലണ്ട്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.